കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് ത്രോട്ട് ഇൻഫെക്ഷൻസ് വരുന്നു, അല്ലെങ്കിൽ ചെവിയിൽ ഇൻഫെക്ഷൻസ് വരുന്നു, ജലദോഷം മാറുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പേരൻസ് ക്ലിനിക്കിൽ വരാറുണ്ട്. ഇത് അഡിനോയിഡിന്റെ ഇഷ്യൂസ് കൊണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു 2 മുതൽ 10 വയസ്സിന്റെ ഇടയിലുള്ള കുട്ടികളിലാണ് ഇത് കോമൺ ആയിട്ട് കാണാറുള്ളത്. ഈ പറഞ്ഞ സിംറ്റംസിന് പുറമെ ഇവർക്ക് രാത്രിയിൽ മൂക്കടയുക, അല്ലെങ്കിൽ തൊണ്ടയിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ഫീൽ ചെയ്യുക, മൂക്കിലൂടെ ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ട് വരിക. അപ്പൊ ഇത്തരക്കാര് വായ തുറന്നിട്ടായിരിക്കും ശ്വാസം എടുക്കുന്നുണ്ടാവുക. കൂടാതെ കൂർക്കം വലിക്കുക അല്ലെങ്കിൽ സ്നോറിങ്ങും ഉണ്ടായിരിക്കും. അഡിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ലിംഫാറ്റിക് ഗ്ലാൻഡ് ആണ്. നമ്മൾ ടോൺസിൽസ് ഒക്കെ പറയുന്ന പോലുള്ള ഒരു ഗ്രന്ഥിയാണ്. 7 അല്ലെങ്കിൽ 8 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ അഡിനോയിഡ് ഗ്ലാൻഡ്സ് ചുരുങ്ങാനായിട്ട് തുടങ്ങും. അഡൾട്ട്സിലൊക്കെ വളരെ ചെറിയ സൈസിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അത് ആബ്സെന്റ് ആയിരിക്കും. പിന്നീട് ഇതിന് ഫങ്ഷൻസ് ഒന്നും തന്നെ ബോഡിയിലില്ല. എന്നാൽ ചില ആളുകളിൽ ഈ അഡിനോയിഡ്സ് ചുരുങ്ങാതെ അതേ സൈസിൽ തന്നെ പെർസിസ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ ഇടയ്ക്ക് അത്